ട്രെയിൻ യാത്രയിൽ മദ്യം കയ്യിൽ കരുതിയാൽ ഇനി കടുക്കുന്ന നിയമക്കുരുക്ക്. പിടിച്ചാൽ പിഴയും നിയമ നടപടികളും കർശനമാക്കി റെയിൽവേ. യാത്രക്കാരുടെ സുരക്ഷാ പ്രാധാന്യത്തിൽ എടുത്താണ് നീക്കം. ആഹാ, എന്ത് രസമാണല്ലേ ട്രെയിൻ യാത്ര. എത്രയെത്ര യാത്രകൾ പോയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എത്ര തവണ പോയാലും ആ ട്രെയിൻ ജേണി എന്ന് പറയുന്നത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം മിക്കപ്പോഴും ജനാലയിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ നമുക്ക് പലർക്കും വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളാണെങ്കിൽ. ഇങ്ങനെ വന്നാൽ നമ്മൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒന്നു തന്നെയാണ് ട്രെയിനുകൾ. വളരെ ചിലവ് കുറഞ്ഞ ഒരു യാത്രാ മാർഗം കൂടിയാണിത്. എന്നാൽ ഈ ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാണോ എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. പലരും ദീർഘദൂര യാത്രകൾക്ക് ട്രെയിൻ യാത്രകൾ തിരഞ്ഞെടുക്കുന്നതിന് തന്നെ വാഷ്റൂം ഉപയോഗിക്കാം, ഭക്ഷണം കഴിക്കാം, ക്ഷീണം അനുഭവപ്പെടാതെ കിടന്ന് യാത്ര ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ്. ഇതൊക്കെ ട്രെയിനിന്റെ പോസിറ്റീവ് വശങ്ങളാണെങ്കിലും വൃത്തിയില്ലായ്മയും സുരക്ഷാ പ്രശ്നങ്ങളും എപ്പോഴും അലട്ടുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്ന ഒന്നാണ് സുരക്ഷാ പ്രശ്നങ്ങൾ. ഇനി മുതൽ ആ ആശങ്ക വേണ്ട. ഇനി മുതൽ മദ്യപിച്ച് ട്രെയിനിൽ കയറിയാൽ പണി പാളും. യാത്രക്കാരുടെ സുരക്ഷയെ സാരമായ തരത്തിൽ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പ്രവണതകൾ എന്തുകൊണ്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് റെയിൽവേയുടെ കർശന നിയമങ്ങൾ പുറത്തുവരുന്നത്. എന്താണ് ഇന്ത്യൻ റെയിൽവേ നിയമങ്ങൾ പറയുന്നതെന്ന് നോക്കാം. മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുമായുള്ള യാത്ര ഇന്ത്യൻ റെയിൽവേ കർശനമായി തന്നെ നിരോധിച്ച ഒന്നാണ്. യാത്രയിൽ മദ്യക്കുപ്പി കയ്യിൽ കരുതുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് കർശനമാക്കുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലും ആഘോഷാവസരങ്ങളിലും തിരക്കധികമുള്ള സമയങ്ങളിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതൊട്ടും തന്നെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ റെയിൽവേ പറയുന്നത്. മാത്രമല്ല, മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.